നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ കുറെ കൂട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് പല ജില്ലകളിലും LDCയുടെ പരീക്ഷ കഴിഞ്ഞു. ഏകദേശം ഭാഗികമായിട്ട് LDC പരീക്ഷ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. 6ഓളം ജില്ലകളിലെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ജില്ലകളിലെ കൂട്ടുകാർ നോക്കിക്കാണുന്നത് ഇനി ഏത് പരീക്ഷയാണ് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ളത് എന്നാണ്. അപ്പോൾ പല രീതിയിലും നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വരികയാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്, ഒരു ഗ്ലാമറസ് പോസ്റ്റാണ്. അതായത് കേരള PSC നടത്തുന്ന ഗ്ലാമർ പോസ്റ്റുകൾ നമുക്കറിയാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS അതാണ് ടോപ്പ് ലെവലിൽ വരുന്നത്. പിന്നീട് ഇപ്പോ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന LSD സെക്രട്ടറി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ പരിശീലിച്ചു കഴിഞ്ഞാൽ ഉൾപ്പെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു ജോലി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1000-ൽ ഒരുവൻ ആകുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ് ഇത്. എന്തുകൊണ്ടാണ് 1000-ൽ ഒരുവൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇങ്ങനെ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിഗ്രി ഉള്ള, പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതുവാനായിട്ട് പ്രായപരിധിയുള്ള, സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഏകദേശം ഒരു 8 ലക്ഷത്തിനടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അവരിതിനെ അപ്ലൈ ചെയ്യും. എന്നാൽ ശരിയായ രീതിയിൽ പഠനം നടത്താത്തത് മൂലം ഏകദേശം ഒരു 3 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ ഒരു ആൾക്കാർ എന്ത് ചെയ്യുന്നു, കൺഫർമേഷൻ കൊടുക്കില്ല. അങ്ങനെ നോക്കിയാൽ ശരാശരി ഒരു 5 മുതൽ 6 ലക്ഷം ആളുകളായിരിക്കും കൺഫർമേഷൻ കൊടുക്കുന്നത് ഈ ഒരു പരീക്ഷയുടെ കൺഫർമേഷൻ. അങ്ങനെ കൺഫർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ ഉണ്ട്, പ്രിലിമിനറി എന്നാ പറയുന്നത്. ഈ പറയുന്ന പ്രിലിമിനറി പരീക്ഷ എഴുതുമ്പോൾ പരമാവധി കണക്കാണ് നമ്മൾ പരമാവധി വിജയിപ്പിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഏകദേശം ഒരു 50,000-ഓളം ആൾക്കാർ അല്ലെങ്കിൽ 50,000-ൽ താഴെ മാത്രം ആളുകളെ ആയിരിക്കും ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ പ്രിലിമിനറി പരീക്ഷയിൽ വിജയിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 5 ലക്ഷത്തിൽ നിന്ന് 50,000-ലേക്ക് പറയുമ്പോൾ എത്രയാണ്? 10-1 ആൾക്കാരെ പ്രിലിമിനറി പരീക്ഷയിലൂടെ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന ഒരു മാതൃകയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നീട് മെയിൻ പരീക്ഷ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ഈ സെക്കൻഡ് സ്റ്റേജിൽ കടമ്പഘട്ടം എത്തണം. ആ കടമ്പഘട്ടം എത്തുന്ന ആളുകൾ ഒരു 500 റാങ്കിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാം ജോലി ഉറപ്പായി ലഭിക്കുമെന്ന്. അങ്ങനെ നോക്കിയാൽ ഈ 50,000-ൽ നിന്നും 500 എന്ന് പറയുന്ന ആ ഒരു റാങ്കിന്റെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ 50,000-ന്റെ 100-ൽ 1 എന്ന് പറയുന്നതാണ് ഈ 500 എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ 500 എന്ന് പറയുന്നത് പരീക്ഷ എഴുതുവാനായിട്ട് കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരുടെ 1000-ൽ 1. അതാണ് 1000-ൽ ഒരുവൻ, അവനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആള്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എങ്ങനെ തയ്യാറെടുക്കണം, അവിടുത്തെ പഠനം എങ്ങനെയാണ് നടത്തേണ്ടുന്നത്, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. നമ്മുടെ അക്കാഡമിക്ക്, ഫാസിസ് അക്കാഡമിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ട് 2 ബാച്ചുകൾ നമുക്കുണ്ട്. ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് ഓൺലൈൻ ബാച്ച്, രണ്ടാമത്തേത് നമുക്കുള്ളത് ഓഫ്ലൈൻ ബാച്ചാണ്. അപ്പോൾ ഈ ഓഫ്ലൈൻ ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്തല ടൗണിലാണ് ആരംഭിക്കുന്നത്. ചേർത്തല ടൗണിൽ ആരംഭിക്കുന്ന ഈ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളിവിടെ കൊടുക്കുന്ന ഫെസിലിറ്റി, ഓഫ്ലൈൻ ബാച്ചിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് പറയാം, ഓൺലൈൻ ബാച്ചിന് നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓൺലൈൻ ബാച്ചിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മൾ ഓൺലൈൻ ബാച്ച് എന്ന് പറയാൻ നേരത്ത് നമ്മൾ ടെലഗ്രാമിൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് സിലബസിലുള്ള സബ്ജക്റ്റുകളാക്കി തിരിച്ചിട്ട് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, ഓഡിയോ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ PDF നോട്ട്സുകൾ, പിന്നെയോ എക്സാമുകൾ, പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന എക്സാമുകൾ, ഇങ്ങനെ സബ്ജക്ട് ബേസിൽ നോട്ട്സുകൾ ഫുൾ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് 24 മണിക്കൂർ ലഭ്യമാണ്. നിങ്ങൾ ഇന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ടിനെ 24 മണിക്കൂറിനകം റിപ്ലൈ കിട്ടിയിരിക്കും എന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 200-ഓളം, ഏകദേശം 200-ഓളം വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ പരീക്ഷകൾ എന്ന് വെച്ചാൽ 20,000-ഓളം വരുന്ന ചോദ്യങ്ങളും അതിന് തക്കതായ ഉത്തരങ്ങളും ഈ ഒരു ഓൺലൈൻ കോഴ്സിന്റെ പ്രത്യേകതയായിട്ടുണ്ട്.
പിന്നെയോ സബ്ജക്ട് ബേസിലാണ് നമ്മൾ പഠനം ആരംഭിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ഏത് വേണമെങ്കിലും ആവാം, നമ്മൾ ഒന്നിച്ചാണ് ഇത് നൽകുന്നത്. അപ്പോൾ ഒന്നിച്ച് നമുക്ക് ഏത് സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. ആ പഠിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കുവാനായിട്ട് നമ്മുടെ ഒരു ചാനൽ മാക്കാൻ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റികളുടെ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ മെന്റർഷിപ്പും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീ എന്ന് പറയാൻ നേരത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പലതരത്തിലുള്ള ക്ലാസ്സുകളാണ്, പലതരത്തിലുള്ള സ്ഥാപനങ്ങളാണ്, പലതരത്തിലുള്ള ഫീസുകളാണ്. നമ്മളിവിടെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ഒരൊറ്റ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം പ്രിലിമിനറിക്ക് ജോയിൻ ചെയ്യാൻ വരുന്നവൻ മെയിൻസും കൂടി പാസ്സായി പോയാൽ മതി എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ സ്ഥാപനം PS ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഭാസിസ് അക്കാഡമിയാണ്. അതുകൊണ്ട് നമ്മൾ കൊള്ള എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. മിതമായ, ന്യായമായ, ഉദ്യോഗാർത്ഥികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് ഇവിടെയുള്ളത്. അത് നമുക്കുള്ളതെന്ന് വെച്ചാൽ 1500 രൂപ മാത്രമാണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഓൺലൈൻ കോഴ്സിന് നമ്മൾ ആകെ നിശ്ചയിച്ചിരിക്കുന്നത്. മെന്റർഷിപ്പ് എന്ന് പറയുന്നതും ഉണ്ടായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഫാക്കൽറ്റി സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ, ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഡീറ്റെയിൽസ് തിരക്കി ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്, ഓൺലൈൻ കോഴ്സിൽ. ഇനി ഓഫ്ലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്തല ടൗണിലാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ സ്ഥല പരിമിതി എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതായത് ചേർത്തല എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലേക്ക് എത്തിപ്പെടുവാനായിട്ട് ഈ കോട്ടയത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ, എറണാകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ, ആലപ്പുഴ, ഈ ഒരു 3 ജില്ലകളിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈനിൽ നടത്തപ്പെടുന്ന കോഴ്സാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റാണ്. അപ്പോൾ ആഴ്ചയിൽ 4 ദിവസമായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ. ആഴ്ചയിൽ 4 ദിവസം ക്ലാസ്സുകൾ, ഒരു മാസം 50 മണിക്കൂറിൽ കുറയാത്ത ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പരീക്ഷകൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാൻ പര്യാപ്തരായിട്ടുള്ള അതിവിദഗ്ധരായ സബ്ജക്ട് എക്സ്പെർട്ടുകളായിട്ടുള്ള അധ്യാപകരുടെ ഒരു സപ്പോർട്ടും ഈ ഓഫ്ലൈൻ ക്ലാസ്സിന് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് നമ്മൾ നടത്തുന്നത് ചേർത്തല ടൗണിലാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയും, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നതല്ല. അതേപോലെ തന്നെ മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് വെറും 800 രൂപ മാത്രമായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സിന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മന്ത്ലി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് നമ്മൾ പരിമിതി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു പരിധിയുണ്ട്. കാര്യം അപരിമിതമായിട്ട് മെമ്പർഷിപ്പ് ഒന്നുമില്ല. പരമാവധി ഒരു 100 പേരെയാണ് നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് നമ്മൾ ഈ പറഞ്ഞ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഇല്ലാതെ മന്ത്ലി ഫീസ് 800 രൂപ നിരക്കിൽ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മൾ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു വാട്സപ്പ് ലിങ്ക് ആണ്, നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ്, ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ഫീസ് ഇളവും അതേപോലെ മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനി ഓഫ്ലൈൻ കോഴ്സിൽ നേരിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ഭാസിസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ 1000-ൽ ഒരുവൻ ആവുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം തയ്യാറെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.